ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പാൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ഒരു ക്രോപ്പ് ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ലാസ്റ്റ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഈ ഇതിന്ന് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ ഒരു ബാൻഡ് വെച്ചിട്ടാണ് ഈ ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ വേസ്റ്റിൻ്റെ അടുത്ത് അപ്പോൾ അതിന് വേണ്ടി ഒരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ ടോപ്പിൻ്റെ ഒരു ലെങ്ത് ആയിട്ട് ഒരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് താഴേക്ക് ഒരു 7.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനും വരച്ചു കൊടുക്കണം. നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ആം ഹോള് വരച്ച് റെഡിയാക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് പോർഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. ലെങ്ത്ത് ഒരു 7 ഇഞ്ചും നെക്കിൻ്റെ. അപ്പോൾ ഒരു വി നെക്കാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്ക് നെക്കിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്ത്ത് എപ്പോഴും സെയിം ആക്കി വെക്കുക. ഇവിടെയും വിഡ്ത്ത് 3 ഇഞ്ച് തന്നെ, പക്ഷേ ലെങ്ത്ത് ഞാനൊരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട് ബാക്ക് നെക്കായതുകൊണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്ത് അതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ടോപ്പിൻ്റെ ഒരു ഇതുവരെ, ഇത് ബാക്ക് പോർഷനാണ്. ഇനി നമുക്കിത് ഇതുപോലെ എല്ലാം മടക്കി വെച്ചിട്ട് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നമ്മളെ ബസ്റ്റിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബസ്റ്റിൻ്റെ ഫുൾ അളവ് by4ഉം വേസ്റ്റ് ആണെങ്കിലും വേസ്റ്റ് by4ഉം ആണ് ചെയ്യേണ്ടത്. അതവിടെ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാൻഡിൻ്റെ ഏരിയയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൻ്റെ പോർഷൻ നമുക്കിനി സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കിൻ്റെ പോർഷനിൽ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൻറ്ററിലേക്ക് മടക്കി വെച്ച ശേഷം സെൻറ്ററിൽ നിന്നൊരു 4-5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അവിടുന്ന് എൻഡിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മളിത് തുറന്നിട്ട് ഫ്രണ്ട് പോർഷൻ അതിൻ്റെ മുകളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബാൻഡ് മടക്കി വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ മടക്കി അടിച്ചാൽ ഈ സൈഡ് ഒരേ ലെവലിൽ വരുമോ എന്നുള്ളത് നോക്കിയിട്ട് എത്തുന്നില്ല എന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പം ബാക്ക് പോർഷൻ കുറച്ചും കൂടി കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആകുന്നുണ്ടേനും ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ റെഡി ആവുന്നുണ്ട്. അതിന് നമുക്ക് ബാക്കി പാൻറ്റിൻ്റെ പോർഷൻ എടുക്കാം. എന്നിട്ട് അതിൻ്റെ സ്റ്റിച്ചൊക്കെ നമുക്ക് ഊരി കൊടുക്കാം. ഇതുപോലെ ഞാൻ സ്റ്റിച്ചൊക്കെ ഊരിയിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പീസ് ക്ലോത്ത് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പം 2ആയി മടക്കി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും നീളമുള്ളൊരു പോർഷൻ ഉണ്ടാവും. ആ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് അളവൊന്നും വെക്കുന്നില്ല, അതുപോലെ കിട്ടുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ. ഇപ്പോൾ രണ്ടാമത്തെ പോർഷനും അതേ നീളമുള്ള പാർട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ സൈസാക്കും, അതുകൊണ്ടാണ് ഞാൻ അതുപോലെ റഫായി കട്ട് ചെയ്തത്. ഇനി ബാക്കി പീസിൽ നിന്ന് ഇതേപോലെ 2 പീസ് ക്ലോത്ത് ആ ഒരു ചെറിയ പീസിൽ നിന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പ് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ വേറെ ബാക്കിയുള്ളൊരു ക്ലോത്തിൽ നിന്ന് 4 ഇഞ്ച് വീതിയുള്ള അല്ലെ 4.5 ഇഞ്ച് വീതിയുള്ള 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു പീസാണ്, പക്ഷേ ഞാനിതിപ്പോൾ 2ആയി കട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ വീതി 4.5 ഇഞ്ചാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ബാക്കി തുണി യൂസ് ചെയ്യുക. നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു നെക്ക് പോർഷനൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി എല്ലാം ഞാൻ ഇതുപോലത്തെ ഒരു റിബണ് വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് ത്രെഡ് ഹൗസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പണി വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്ത് കാണിച്ചിരുന്നത്. നമ്മൾ തുണി യൂസ് ചെയ്താൽ അത് മടക്കി അടിക്കണ്ടേ, പക്ഷേ ഇത് ആകുമ്പോൾ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആ കോർണർ വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ആ കോർണറിൻ്റെ നേരെ അതേ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കോർണറിൻ്റെയും താഴെ 1/2 ഇഞ്ച് വരെ വിട്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത പീസ് ഇതേപോലെ വെച്ച് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ആ കോർണർ വരെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അപ്പുറത്തെ പീസ് പൊക്കി കൊടുക്കണം. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം
ഇനി നമുക്ക് സിസർ വെച്ചിട്ട് എല്ലായിടത്തും ഒരു നോച്ചിട്ട് കൊടുക്കുക. നമ്മളിത് എൻ്റെ അടുത്ത് ഈ കളർ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കളറ് റിബൺ വെച്ചത്. ഞാൻ റഫായി സ്റ്റിച്ച് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. നമുക്ക് ഏത് കളറും അല്ലേ ക്ലോത്ത് വെച്ചിട്ട് തന്നെയും വേണ്ടിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇത് ബാക്കിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് കളർ എടുത്താലും ഡ്രസ്സിൽ ഫൈനലി ഇത് കാണൂല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കളർ വെച്ചിട്ട് ചെയ്തത്. നമുക്കിത് ബാക്കിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതേപോലെ ബാക്കിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററിൽ വരുന്ന പോർഷൻ ഇതേപോലെ വെക്കാൻ പറ്റും. ഇനി അത് മടക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എത്തിയിട്ടാണ് നമ്മളത് മടക്കി അവിടെ ഒരു കോൺ ഷേപ്പ് വരുന്ന പോലെ ആക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വരും. ആ ബ്ലാക്ക് എവിടെയും കാണുമൊന്നുമില്ല. നമുക്ക് നല്ല ഫിനിഷും കിട്ടും. നമുക്ക് സൈഡിൽ കൈയിൻ്റെ ആ ഒരു ആം ഹോൾ ഭാഗം ഇതേപോലെ രണ്ടായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാണ് ബാക്ക് നെക്കും ഞാൻ അതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൻ്റെ ബോട്ടം പാർട്ടിലും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ വെച്ച് നമുക്ക് കോർണേഴ്സ് വരുന്ന പോർഷനിലൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ല ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. സ്ക്വയർ നെക്കാണെങ്കിലും ഇതുപോലെ കോണ് വരുന്ന ഏത് പോർഷനിലും നമുക്ക് ഈ ഒരു ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്ത പീസ് വെക്കുമ്പോൾ അത് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ പോയിന്റിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ എല്ലാം കൂടി മറിച്ചിടുക. അവിടെ നോച്ചിട്ട് കൊടുക്കാൻ മറക്കുക, നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് രണ്ടും ഇതേപോലെ കിട്ടും. ഇനി നമ്മളത് ഒരു മടക്കി ഒരു കോണ് പോലെ ആക്കി വെച്ചാൽ മതി. എല്ലാം അങ്ങനെ തന്നെ വെച്ചാലും ഇത് പിന്നെ ഇളകുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക് വരുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറേ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ 4.5 ഇഞ്ച് വീതിയുള്ള ആ 2 പീസ് ഇങ്ങോട്ട് എടുക്കാണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ കൂടി വരുന്ന രീതിയിൽ വരക്കുക ഇതുപോലെ. അതിന് ശേഷം അപ്പം നമുക്ക് 2 കിട്ടി. നമുക്കതിൽ 2 സൈഡ് ഉണ്ടാവും. ഒന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സൈഡ്, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് വരുന്നൊരു സൈഡും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേർവ് ആയിട്ടുള്ള സൈഡ് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു സൈഡ് മൊത്തം സ്ട്രെയിറ്റ് സൈഡല്ല, നമ്മൾ ആ കട്ട് ചെയ്ത സൈഡ് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പം അത് 2 പീസും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിൽ ലൂസ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് ഏറ്റവും കൂടുതലാക്കിയിട്ട് നമ്മൾ ലൂസായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരിക. എന്നിട്ടത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ശേഷം അതിൻ്റെ ഒരു ത്രെഡ് മാത്രം ഇങ്ങനെ വലിക്കുക. അപ്പം നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇടാൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ത്രെഡ് വലിച്ച് ഇങ്ങനെ ഫ്രിൽസ് ഇടാം. ഫ്രിൽസ് ഇങ്ങനെ അങ്ങോട്ടാക്കി കൊടുക്കുക. അങ്ങനെ മുകളിൽ വരെയുള്ള ക്ലോത്തിൽ ഫ്രിൽസ് റെഡിയാക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രിൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലെ പോർഷൻ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു എൻഡ് നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വെക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇനി സെൻറ്റർ പോർഷനിൽ നമുക്ക് ബസ്റ്റിൻ്റെ ഏരിയയിൽ ഒരു 5 ഇഞ്ചും വേസ്റ്റിൻ്റെ ഏരിയയിലേക്ക് ഒരു 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്ററിന്. അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ വേണം ഇത് വെക്കാൻ. ഷോൾഡറിലാണെങ്കിൽ ആ ഒരു സെൻറ്ററിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ ബാൻഡിൻ്റെ ഏരിയ തുറന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അത് മടങ്ങിപ്പോകരുത്. പിന്നെ ബാൻഡിലേക്ക് ആ ഒരു ബോ കയറ്റാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ആ ഒരു വരച്ചത് നമുക്ക് നല്ല ഇതായിട്ട് വരച്ചു കൊടുക്കാൻ. ആ ഒരു ലൈനിൽ വേണം നമ്മൾ കൃത്യമായിട്ട് ഇത് വെച്ച് കൊടുക്കാൻ. അപ്പുറത്തെ ഭാഗത്തും ഇത് തന്നെ ചെയ്യണം. നമുക്കിത് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് വേണം നമ്മൾ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് വിട്ടിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഷോൾഡർ അടിക്കുന്നതിന് മുന്നേ വെക്കുന്നതുകൊണ്ട് കുറച്ച് താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് ഉള്ളിലേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ തുടങ്ങുന്നത്ര വരെ നമ്മളിത് വെക്കണ്ടു, താഴെ വരെ വെക്കണ്ട. അപ്പോൾ ഇനി നമുക്കിതൊരു പ്രസ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തേക്കാക്കി ഒരു പ്രസ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് താഴ്ന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതാ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് വന്ന പോലെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷറി പോലത്തെ സ്ലീവ്സാണ് ഇതിന്, ഇത് മാത്രമാണ് ഇതിൻ്റെ സ്ലീവ്സ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ നമുക്കിനി അപ്പുറത്തെ ഭാഗത്തും കൂടി ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ആദ്യം തന്നെ നല്ല വശം രണ്ട് ഭാഗത്തും പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ പിടിക്കണം ആ ഒരു ഫ്രില്ല്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മറച്ചിട്ടിട്ട് നമ്മൾക്കപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി കുറച്ച് അതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഇത് വിട്ടിട്ടേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിൽ വേണം വരാൻ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ഓപ്പൺ എൻഡ്സ് ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. ഈ ഭാഗത്തും കിട്ടും, ബാക്കിലും ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത 3 റഫായി കട്ട് ചെയ്ത് വെച്ച പീസസ് ഉണ്ടല്ലോ, ഇത് 2 എണ്ണം, പിന്നെ ഇത് 2 എണ്ണം. അങ്ങനെ ഈ 3 പീസ് നമുക്ക് 2 ഇഞ്ച് വീതിയിൽ വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനത് 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബാൻഡ് ആക്കാനാണ്. ഇപ്പോൾ ഇതാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ കഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് വല്ല റിബണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ക്ലോത്തിൽ തന്നെ ആക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. നമുക്ക് ആ താഴെ ഒരു ബോൻ്റെ ഒരു ഷേപ്പും കൂടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു 3 ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ബോ പോലെ കട്ട് ചെയ്തിട്ടുള്ള പീസ് വേണം 2 അറ്റത്തും വരാൻ, അതിൻ്റെ നടുക്ക് വേണം ആ ചെറിയ പീസ് വരാൻ. അപ്പോൾ അങ്ങനെ 3 പീസും കൂട്ടി യോജിപ്പിച്ച് ഒരു വലിയ പീസാക്കണം. ബാക്കി 3 പീസും കൂടി അതുപോലെ യോജിപ്പിച്ച് ഒരു വലിയ പീസാക്കണം. അപ്പോൾ ഇതുപോലെ വലിയൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഞാനൊരു ടേപ്പും അതിൽ കുറച്ചൊരു 10 ഇഞ്ച് കൂടുതലും കൂടി എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റിലോട്ട് ചുറ്റി വന്നിട്ട് വേണം ബാക്കിലൊരു ബോ പോലെ കെട്ടാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു 2 ചെറിയ സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മുകളിലും താഴെയും സ്റ്റിച്ച് ചെയ്യാണ്ട് നമുക്ക് ആ 2 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിന്ന് കയറ്റിയിട്ട് നമുക്കത് മറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ മറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആ ഒരു മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ 2 സൈഡും കൂടി തുണി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു തുണി നമ്മൾ നീറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ടോപ്പ് എടുക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ആ ബാൻഡിൻ്റെ ഏരിയയിലെടുത്ത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാർക്ക് വരെ നമുക്കിതിങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അത് മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ടോപ്പ്. ഇനി നമുക്ക് ഷോൾഡറെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം എല്ലാ പാർട്ടിലും ഓക്കെ ആക്കി വെച്ച് നമുക്ക് സൈഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നതെന്ന് നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ സൈഡൊക്കെ ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. ഇനി നമ്മൾ ഈ ടോപ്പ് ഇങ്ങനെ മറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ആ ബാൻഡും ബാക്കിലെ ക്ലോത്തും തമ്മിലൊരു ജോയിൻ കിട്ടും. ഇതിപ്പോൾ കാണുന്ന പോലെ ഒരു ജോയിൻ. ആ ജോയിൻ അവിടെ എടുത്തിട്ട് നമ്മൾ മെഷീനിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ജോയിൻ മാത്രം 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് അതുപോലെ കിട്ടും. ഇപ്പം നമ്മൾ ഇനി ബാക്കിലേക്ക് തുണി മറിച്ചെടുക്കുക. ആ ജോയിൻ്റ് എടുക്കുന്ന സാധാ പോലെ ഷോൾഡറും ചേർത്ത് വെച്ചിട്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്യേണ്ടത് എവിടെ വരെയാണോ നമ്മൾ അടിച്ചു നിർത്തിയ താഴെ നിന്ന് മുകളിലേക്ക് ആ ഒരു ബാൻഡിൻ്റെ പൊസിഷനിൽ നിന്ന് താഴെ നിന്ന്
നമ്മളെ ഷോൾഡർ വരെ, ആ ഒരു ആം ഹോളിൻ്റെ അടുത്ത് വരെ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയെടുക്കുന്ന സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് അടിച്ച് കിട്ടുക. അപ്പോൾ അതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ താഴെ ഒരു ഹോൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളപ്പോൾ ഫുള്ളായി സൈഡ് അടിച്ചു കൊടുത്തിനെങ്കിൽ നമ്മളെ ആ ഒരു ബാൻഡിൻ്റെ ഏരിയ അവിടെ അടിച്ച് ഇതായി പോവുകയും നമുക്ക് പിന്നെ ബാൻഡൊന്നും കയറ്റാൻ ഇത് പറ്റില്ല, അത് ക്ലോസ് ആയി പോവുകയും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് വേണ്ടി തുണി ഇതേപോലെ വെച്ച് ആ സൈഡ് ചെറുതായി ഇങ്ങനെ മടക്കിയിട്ട് ആ എൻഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാൻഡിന് പോകാൻ വേണ്ടിയിട്ട് സ്പേസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്ക് എങ്ങനെയാണ് വരിക? അപ്പോൾ ടോപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ബാൻഡും കൂടി ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ബാൻഡിൽ നമുക്കൊരു പിന്ന് ഇതുപോലെ കുത്തിയിട്ട് ഒരു ഹോൾസിലോട്ട് അപ്പുറത്തെ ഹോൾസിലോട്ട് നമുക്കിത് കടത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാൻഡ് വെക്കാണ്ട് സൈഡിൽ 2 ഭാഗത്ത് മാത്രം ബാൻഡ് വെക്കുന്നതാണെങ്കിൽ ചെറിയൊരു ബാൻഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ നമ്മൾ ഫോഴ്സ് വരും സൈഡിൽ നിന്നാണ്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് നമ്മളെ വേസ്റ്റിനെ തന്നെ ചുറ്റിയിട്ട് ഒരു ഫോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും നമ്മൾ ഇട്ടിട്ടാവുമ്പോൾ. അപ്പോൾ ഇതുപോലെ മടക്കി ബോ കെട്ടാൻ എനിക്ക് ശരിക്കും അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അവസാനം ഞാൻ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായിട്ട് ആദ്യം ശരിയാകുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും തലതിരിഞ്ഞിട്ടാണ് ബോ ഉള്ളത്. ഓക്കെ, അപ്പം ബാക്കിൽ ഇതുപോലെയാണ് വരിക. അപ്പോൾ ആ ഡ്രസ്സ് ചെറുങ്ങനെ പൊങ്ങി കിടക്കുന്നത് ഈ ബോ കൃത്യമായി എടുത്ത് കാണിക്കാൻ അതിൻ്റെ ഒരു നല്ല സ്റ്റൈലാണ് അത് ഇട്ടിട്ടാവുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.